ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് 8-ാം അധ്യായം 8-ാം വാക്യം. ചിലത് നല്ല നിലത്ത് വീണു, അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വരികൾ യേശുക്രിസ്തു പറഞ്ഞ വിതക്കാരന്റെ ഉപമയിലെ ഏറ്റവും പ്രധാന ഭാഗമാണ്. ലളിതമായി പറഞ്ഞാൽ, ദൈവവചനം കേൾക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളെ 4 തരം മണ്ണുകളോടാണ് യേശു ഉപമിക്കുന്നത്. നമുക്ക് ഈ വാക്യം ഒന്ന് വിശകലനം ചെയ്യാം. 1. നല്ല നിലം. നല്ല നിലം എന്നത് തുറന്ന മനസ്സുള്ള മനുഷ്യരെ സൂചിപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നവരാണ് അവർ. മുൻവിധികളോ സ്വാർത്ഥതയോ ഇല്ലാതെ സത്യത്തെ സ്വീകരിക്കുന്ന ഹൃദയമാണ് അവർക്കുള്ളത്. 2. 100 മേനി ഫലം എന്ന വാക്യഭാഗം. ഒരു വിത്ത് പാകി അത് വളർന്ന് 100 ഇരട്ടി വിളവ് നൽകുക എന്നത് വലിയൊരു മാറ്റമാണ്. അതുപോലെ വചനം ശരിയായി ഉൾക്കൊള്ളുന്ന ഒരാളുടെ ജീവിതത്തിൽ സ്നേഹം, സമാധാനം, കരുണ തുടങ്ങിയ നന്മകൾ അത്ഭുതകരമായ രീതിയിൽ വർദ്ധിക്കും. അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി മാറും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ഭാഗം. എല്ലാവർക്കും ചെവിയുണ്ട്, പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാറില്ല. ശ്രദ്ധയോടെ കേൾക്കുകയും അതിൻ്റെ ആന്തരാർത്ഥം ഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ് യേശു ഇവിടെ ഉദ്ദേശിച്ചത്. കേൾക്കുന്നത് വെറും ഒരു ശബ്ദമായല്ല, മറിച്ച് ജീവിതത്തെ മാറ്റാനുള്ള സന്ദേശമായി കാണണം. ചുരുക്കി പറഞ്ഞാൽ, ഈ ഉപമയിലൂടെ യേശു നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: വചനം എല്ലാവരിലും എത്തുന്നുണ്ട്, പക്ഷേ അത് ഫലം നൽകുന്നത് നമ്മുടെ മനസ്സിൻ്റെ പാകം അനുസരിച്ചാണ്. വിത്തിനേക്കാൾ ഉപരി വിത്ത് വീഴുന്ന മണ്ണിൻ്റെ, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഗുണനിലവാരമാണ് വിളവിനെ നിശ്ചയിക്കുന്നത്. ദൈവത്തിന് സ്തുതി. വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര. വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. നിൻ സന്നിധിയിൽ അടിയർക്കു വന്നു ചേരുവതിനായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയർക്കു വന്നു ചേരുവതിനായി. തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്ന നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. നിൻദുധിരമതിനാൽ
പ്രതിഷ്ഠിച്ച ജീവപ്പുതുവഴിയായി നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സതതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സതതം.